ഇന്ന് നമ്മൾ നിൽക്കുന്നത് അർമേനിയയിലാണ്. അർമേനിയയിൽ യാരവാൻ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെയാണ് ഞാൻ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് റോഷൻ. റോഷ കൈ കാണിക്ക്. അത് ആൻഡോ ഫ്രം കോട്ടയം, റോഷൻ ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡും മറ്റ് സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എങ്ങനെയാണ് റോഷ, ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ്. തണുപ്പാണ്, വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് ജാക്കറ്റൊന്നും ഇടാണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം നല്ല ഇതുപോലെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ സ്റ്റേയുടെ അവിടെ നിന്ന് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് കാറും ആളും ഒക്കെയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് യാരവാൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ റോട്ടിലോട്ട് കിടക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. വിൻ്ററാണ്, വിൻ്റർ തീർന്നിട്ടില്ല. ഒരു മെയ്യൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ വിൻ്ററൊക്കെ അവസാനിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻസിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലവും കൂടിയാണ് അർമേനിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ അതിമനോഹരമാണ്. റോഷ ഒരു 2 വാക്ക് സംസാരിക്കും. റോഷ, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയും. റോഷ, മദർ ഓഫ് അർമേനിയ, അതിൻ്റെ ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. വാടാ, നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിക്ക് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക സ്റ്റെപ്പ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നല്ല വെയിലുണ്ടെങ്കിലും അതിനൊത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കൂ, ഇത് മനോഹരമായിട്ടുള്ള സ്ഥലം യാരവാൻ. ഫുള്ള് വീടും ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ് സ്ഥലം. നമ്മളിവിടുത്തെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. കണ്ടോ, വണ്ടികളൊക്കെ നിർത്തിത്തരും. ഇത്രയും നല്ല ഒരു റോഡ് കൾച്ചറൽ സിസ്റ്റമാണ് ഇവരുടേത്. അതിന് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇല്ലടാ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിബ്ര ലൈൻ ക്രോസിങ്ങിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി കൊണ്ട് നിർത്തിത്തരാം. അത് എത്ര സ്പീഡിൽ വരുവാണെങ്കിലും. അത് ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻ്റാണ്. മെയിൻ പ്രയോറിറ്റി ആളുകൾക്കാണ്. ഇത് നമ്മൾ കാസ്കാഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇതാണ് മദർ ഓഫ് മൊമോണൻ്റ് എന്ന് പറയുന്ന അർമേനിയൻ സ്റ്റാച്ചു. അടിപൊളി സ്ഥലമാണ്. ഇവിടെ മൊത്തത്തിൽ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഉപരി നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ.
നമ്മളിപ്പോൾ നിൽക്കുന്നത് മധ്യ യാരവാനിലെ കാസ്കാഡ് കോംപ്ലക്സിന് മുമ്പിലാണ്. വാസ്തുശില്പിയായ അലക്സാണ്ടർ തമന്യാൻ മധ്യനഗരത്തെ ഉയർന്ന പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ആശയഘടന കൊണ്ടുവന്നത്. ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയമായും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായുമാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. 572 പടികൾ കയറി മുകളിൽ എത്തിയാൽ നഗരത്തിൻ്റെയും അറാറത്ത് പർവ്വതത്തിൻ്റെയും കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കാസ്കാഡ് കോംപ്ലക്സിന് ചുറ്റും നിരവധി കഫേകളും ഇരിപ്പിട സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. 1970കളിൽ ജിം ടൊറോഷ്യൻ രൂപകൽപ്പന ചെയ്ത ഇതിൽ ജലധാരകൾ, പൂന്തോട്ടങ്ങൾ, ശില്പങ്ങൾ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 572 പടിക്കെട്ടുകൾ കയറാൻ സാധിക്കാത്തവർക്ക് ഇവിടുത്തെ എസ്കലേറ്ററുകൾ വഴിയും നമുക്ക് മുകളിലെത്താൻ സാധിക്കും. മുകളിൽ നിന്നുള്ള നഗരത്തിൻ്റെയും അറാറത്ത് പർവ്വതത്തിൻ്റെയും കാഴ്ചകൾ മനോഹരമാണ്. ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയം ആയതുകൊണ്ടും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ടും ദിനംപ്രതി ഒരുപാട് ആളുകളാണ് ഇവിടം സന്ദർശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാസ്കാഡ് കോംപ്ലക്സിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇതൊരു ആക്ച്വലി ഒരു മലയുടെ മുകളിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ താഴെയുള്ള ആൾക്കാർക്ക് ഈ ഒരു മലയുടെ മുകളിലുള്ള സ്ഥലമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിക്ക് ഇവർ ചെയ്തൊരു സംഭവമാണ് ഈ ഒരു കാസ്കാഡ് കോംപ്ലക്സ് എന്നുള്ള പേരിൽ ഈ അറിയപ്പെടുന്ന സ്ഥലം. ഇത് മനോഹരമാണെന്നറിയാമോ. നമ്മളിതോ ആ വഴി കയറി വന്നത് അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നല്ല കാറ്റും അത്യാവശ്യം നല്ലൊരു ഇതാണ്, ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കാസ്കാഡ് കോംപ്ലക്സ്. പ്രത്യേകിച്ച് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂവും കാര്യങ്ങളും അതിമനോഹരമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.